ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ചെടിയുടെ അറിവുകളിലേക്ക് പോയാലോ എന്നപ്പാ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ബിഗോണിയ ചെടികൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, അത് അറിയാവുന്നവർക്ക്. അപ്പോൾ അതിൻ്റെ ഇലകളുടെയൊക്കെ ഭംഗി കണ്ടിട്ടാണ് നമ്മൾ ആ ചെടി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഇലകളെ കണക്ക് തന്നെ ഭംഗി അതിൻ്റെ പൂക്കൾ കൂടെ വന്നു കഴിഞ്ഞാലോ എന്തോരം ഇഷ്ടമായിരിക്കും നമുക്ക്. അപ്പോൾ അതേമാതിരി ഒരു ചെടിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഇത് ബിഗോണിയ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് ട്യൂബറസ് ബിഗോണിയ എന്നാണേ. അപ്പോൾ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് വീഡിയോകൾ എന്ന് വെച്ചാൽ ചെടികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് വീഡിയോകൾ കാണുമ്പോൾ ഈ ചെടി ഇങ്ങനെ നല്ല നിറയെ പൂക്കളുമൊക്കെ ആയിട്ട് പല വർണ്ണത്തിലുള്ള പൂക്കളുമായിട്ട് ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചു പേരെങ്കിലും ആശിച്ചിട്ടുണ്ടാവും എനിക്കും ഈ ചെടി കിട്ടിയിരുന്നെങ്കിലെന്ന്. അതേപോലെ ഞാനും ആശിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ ഈ ചെടി കിട്ടി. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ നഴ്സറി പോയപ്പോൾ ഇതിൻ്റെ കുറേ വെറൈറ്റികൾ ഇരിക്കുന്നുണ്ട്, കുറേ കളേഴ്സ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിൻ്റെ 7 കളർ മേടിച്ചു. 7 കളർ മേടിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ച്, എന്നിട്ട് ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടു ഇതിനെപ്പറ്റിയുള്ള. അപ്പോൾ അതേപോലെയൊക്കെ ഞാൻ ചെയ്തു നോക്കിയപ്പോഴത്തേന് 2-3 ചെടികളിലാണ് ഞാൻ അത് പരീക്ഷിച്ച് നോക്കിയത്. എല്ലാത്തിലും ഞാൻ ചെയ്തില്ല. അപ്പോൾ അത് എനിക്ക് നഷ്ടപ്പെട്ടു. ബാക്കി ഒരു 3-4 ചെടികൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിന് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പരീക്ഷണങ്ങളിലൂടെ വിജയിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഇതേമാതിരി എന്നെ പോലെ ഈ ചെടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇത് എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പോട്ട് എടുക്കുക. പോട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ചെടിക്ക് അനുസരിച്ചുള്ള പോട്ടായിരിക്കണം. എപ്പോഴും ഏത് ചെടി നടുമ്പോഴും നമ്മൾ ചെടിക്കനുസരിച്ചുള്ള പോട്ട് എടുത്താൽ മതിയാവും. ഒരു ചെറിയ ചെടിക്ക് വലിയ പോട്ടും അല്ലെങ്കിൽ വലിയ ചെടിക്ക് ചെറിയ പോട്ടും അങ്ങനെ എടുക്കരുത്. ചെറിയ ചെടിയാണെന്നുണ്ടെങ്കിൽ ചെറിയ പോട്ട് മതി. പിന്നെ അത് വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്കത് എടുക്കാവുന്നതാണ്, വലുതാക്കാവുന്നതാണ്. പിന്നെ അടുത്തത് പോട്ടി മിക്സ്. ഇത് കണ്ടില്ലേ, ഇതേമാതിരി പൊടിയായിട്ടുള്ള പോട്ടി മിക്സ് വേണം ഈ ചെടിക്ക് വേണ്ടുള്ളത്. കാരണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോവും. അതുകൊണ്ട് അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ പറയാം. അതിന് നമുക്ക് കുറച്ച് ചകിരിച്ചോറ്, പെർലൈറ്റ്, പിന്നെ മേൽമണ്ണ് പശയില്ലാത്ത മേൽമണ്ണ് വേണം എടുക്കാൻ. അത് ഇല്ല, അങ്ങനെയുള്ള മേൽമണ്ണല്ല നമുക്കിപ്പോൾ കിട്ടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്ഥലത്തുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് മേൽമണ്ണ് നമുക്ക് വേണ്ട, അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് പകരമായിട്ട് പിന്നെ നമുക്ക് കമ്പോസ്റ്റ് ഉപയോഗിക്കാം. കമ്പോസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് വേണ്ടുള്ളത് ആൻറ്റി ഫംഗൽ പൗഡറാണ്. ഇപ്പോൾ സാഫൊക്കെ കിട്ടത്തില്ലേ, അതേമാതിരി ഒരു പൗഡറും ഇതിന് ഈ പോട്ട് മിക്സിനകത്ത് ചേർക്കണം. കാരണം ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുള്ളൊരു ചെടിയാണ്. അപ്പോൾ ആൻറ്റി ഫംഗൽ പൗഡറും കൂടെ നമ്മുടെ പോട്ട് മിക്സിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ചെടിയെ സംരക്ഷിക്കാം. ഓക്കെ, അടുത്ത പ്രധാന ഘടകം സൺലൈറ്റാണ്. അപ്പോൾ ഈ ചെടി തികച്ചും ഒരു സെമി ഇൻഡോർ പ്ലാന്റ് ആണേ. അപ്പോൾ നമ്മൾ സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന സ്ഥലത്ത് ഈ ചെടി വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി നശിച്ചു പോകും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ ചെടി ഉള്ളിൽ വെക്കാൻ. അതും നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയമാണെങ്കിൽ മഴവെള്ളമൊക്കെ വീഴും. അങ്ങനെയുള്ള സ്ഥലത്തും വെക്കരുത്. അപ്പോൾ നമ്മൾ ഉള്ളിലായിട്ട് മഴവെള്ളം വീഴാത്തതും പക്ഷെ വെയിൽ കിട്ടുന്നതുമായിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാൻ. അപ്പോൾ എവിടെ വെക്കുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ജനലിൻ്റെയൊക്കെ സൈഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജനലിലെ ഗ്ലാസ് ചൂടായിട്ട് ആ ചൂട് അടിക്കുന്ന ഒരു രീതിയിൽ വെക്കാതെ ജനലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 1-2 അടി ബാക്കിലോട്ട് വേണം ഈ ചെടി വെക്കാൻ.
ഇപ്പോൾ ഈ ചെടി കണ്ടില്ലേ വളഞ്ഞിരിക്കുന്നത്, ഞാൻ കിഴക്ക് ആ ഭാഗത്ത് വെച്ചിരുന്നത് കിഴക്കോട്ടുള്ള വെയിൽ തേടി അതങ്ങോട്ട് വളർന്നു പോയതാണ്, ചെരിഞ്ഞു വളർന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, തിരിച്ചു വെച്ചപ്പോൾ ആ വളഞ്ഞ് കിടന്നത് വീണ്ടും തല ഉയർത്തിയിട്ട് തിരിഞ്ഞു പോവുക അങ്ങോട്ട്. അപ്പോൾ സൂര്യപ്രകാശം തേടി ഈ ചെടി വളരുന്നത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അപ്പം സൂര്യപ്രകാശം മെയിനായിട്ടുള്ളൊരു കാര്യം, അതിന് നല്ല പ്രകാശം കിട്ടണം, പക്ഷെ ചൂട് പാടില്ല. അങ്ങനെയുള്ളൊരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ വീടിനകത്തായാലും എവിടെയാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടി ഒരു പരിധിവരെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടറിങ് ആണ്. അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് വാട്ടറിങ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമേ പോട്ടി മിക്സിൽ നമ്മുടെ വിരൽ വെച്ചിട്ട് ഒന്ന് തട്ടി നോക്കുക, ഇളക്കി നോക്കുമ്പോൾ അത് ഡ്രൈ ആണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയേ ചെയ്യരുത്. കാരണം കൂടുതൽ നനവുണ്ടെങ്കിൽ തന്നെയും ഈ ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചട്ടിയുടെ അടിയിൽ ഒരു ട്രേ വെക്കുക, ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, കൂടുതൽ ആ ട്രേ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അന്നൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ ഒരു 250 ml ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു പകുതി ഭാഗത്തിന് വെള്ളം നമ്മൾ ആ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം, കുറച്ച് കഴിയുമ്പോഴത്തേന് ആ ട്രേ ഡ്രൈ ആവും. കാരണം ഇത് മണ്ണ് വലിച്ചെടുക്കുന്നുണ്ടാവും, നമ്മളെ ചട്ടിയിലെ മണ്ണ് നനഞ്ഞിട്ടുണ്ടാവും. അത്രയും മാത്രം മതി ഇതിന് നനവ്. അതും ഒരു ദിവസവും അങ്ങനെ ചെയ്യണമെന്നില്ല, 2, 3, 4 ദിവസം കൂടുമ്പോൾ മാത്രം ചെയ്താൽ മതി. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. ഇത് ആദ്യമേ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ചെടി മേടിച്ച സമയത്ത് ഞാൻ ഒരു 2-3 വീഡിയോയൊക്കെ കണ്ടിട്ട് അതിൽ അവർ പറയുന്നുണ്ട്, ചട്ടിയുടെ പോട്ടി മിക്സിനകത്തേക്ക് ചട്ടിയുടെ ചുറ്റുമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം, പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് ഞാനും ഒഴിച്ചു കൊടുത്തപ്പോൾ എന്ത് പറ്റിയ, ചെടി അഴുകിപ്പോയി. അതേപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഇലയിലേക്കൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇലയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും. അത്രയ്ക്കും സെൻസിറ്റീവായിട്ടുള്ളൊരു ചെടിയാണ് ഇത്. അപ്പോൾ അത്രയും ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് വെള്ളം സ്പ്രേ ചെയ്യാനും പാടില്ല, വെള്ളം പോട്ടിനകത്ത് ഒഴിച്ചു കൊടുക്കാനും പാടില്ല. ഇതേമാതിരി ട്രേ വെച്ചിട്ട് ട്രേയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതും ആവശ്യത്തിന് മാത്രം. ഓക്കെ. ഇനി അടുത്തത് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഇതിൻ്റെ തണ്ട് ഒടിച്ചെടുത്തിട്ട് നടാം. സാധാരണ നമ്മൾ ബിഗോണിയൊക്കെ തണ്ട് ഒടിച്ചിട്ടാണല്ലോ നട്ട് പിടിപ്പിക്കുന്നത്. അപ്പോൾ അത് പക്ഷെ ശ്രമിച്ചിട്ട് അത് നടന്നില്ല. കാരണം ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അത് പിന്നെ അതിൻ്റെ ഒരു കൊമ്പൊടിച്ചിട്ട് ആദ്യമേ വെറും മണ്ണിൽ വെച്ച് നോക്കി. പിന്നെ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന പോട്ടി മിക്സ് ഉണ്ടല്ലോ, അതിനകത്ത് കുത്തി നോക്കി. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അതിനകത്ത് ആ മുറിച്ച ഭാഗത്ത് കുറച്ച് ആൻറ്റി ഫംഗൽ പൗഡറൊക്കെ പുരട്ടിയിട്ട് നട്ടു നോക്കി. പക്ഷേ ഇതൊന്നും കിളിച്ച് വന്നില്ല. ഇനി വേറെ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ നട്ട് പിടിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു ഞാൻ വീഡിയോ കണ്ടതിനകത്ത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ട്. അപ്പോൾ ആ പെൺപൂവിന് ആകെ 5 ഇതളാണ് വരുന്നത്. ആൺപൂവിനാണെന്നുണ്ടെങ്കിൽ കുറേ ഇതളുകൾ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇപ്പം ഇത് കണ്ടില്ലേ, ഇത് പെൺപൂവിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാവും. അതിനകത്ത് നിറച്ച് വിത്തുകൾ ഇങ്ങനെ കുരുകുരാന്ന് ഉണ്ടാവും. പക്ഷെ അതും ഞാനൊരു വീഡിയോയിൽ കണ്ടു. അങ്ങനെ അതിൻ്റെ വിത്ത് ഇട്ടിട്ട് തൈകൾ മുളച്ചിട്ട് ഓരോരുത്തരും റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ അതും എനിക്ക് സക്സസ് ആയിട്ടില്ല. ഇനിയും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഇതിപ്പം ഈ ചെടി ഇതിൻ്റെ ഇതളുകളൊക്കെ പൊഴിഞ്ഞു പോയി. അപ്പം ഞാൻ കരുതിയെന്ന് പറഞ്ഞാൽ ഇത് അതങ്ങനെ ഉണങ്ങിയിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണേ. അപ്പോൾ പക്ഷേ അതിപ്പോൾ ഞാൻ തൊട്ടപ്പോൾ തന്നെ അത് ഇളവി എൻ്റെ കയ്യിൽ വന്നു.
ഇനി അത് നമുക്ക് വെയിലത്തെങ്ങാനും വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് തണ്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോകുമ്പോൾ തന്നെ കുറച്ച് ചീഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമുക്ക് വിത്തെടുക്കാനും പറ്റത്തില്ല. ഇനി ആർക്കെങ്കിലും അതങ്ങനെ വിത്തെടുക്കുന്നത് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ. കാരണം എനിക്കും ആഗ്രഹമുണ്ട് ഇതിനെ പ്രൊപ്പഗേഷൻ ഇതേമാതിരി വിത്ത് വഴി ചെയ്യണമെന്നൊക്കെ ഉള്ളത്. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതും എനിക്ക് സക്സസ് ആയിട്ടില്ല. ഇനി സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ ഒരു വിത്ത് ഉണ്ടാവും. അതിൻ്റെ ചുവട് അതിൽ നിന്ന് വീണ്ടും തൈകൾ പൊട്ടിക്കിളിച്ച് വരും. അപ്പം അതാണ് ഇത്. അപ്പം അതിനകത്ത് ഒരു തൈ 2 തൈ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ പിടിച്ചേക്കുന്ന തൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇല ഉണ്ടായിരുന്നു, അത് അഴുകിപ്പോയി. എന്തോ നനവ് കൊണ്ടോ എന്തോ ആയിരിക്കാം, അത് അഴുകി. ഇനിയിപ്പോൾ ആ ഒരു തൈയുണ്ട്, അത് നമുക്ക് വളമൊക്കെ കൊടുത്ത് നന്നായിട്ട് വളർത്തിയെടുക്കാം. അപ്പം അങ്ങനെ നമുക്ക് തൈകൾ ഉണ്ടാവും. കാരണം ഈ ചെടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പട്ടുപോകും, എന്ന് വെച്ചാൽ ഉണങ്ങിപ്പോവും. ഉണങ്ങിപ്പോയി കഴിയുമ്പോഴത്തേന് അടുത്ത വർഷത്തേക്ക് നമുക്ക് ഈ ചുവട്ടിൽ നിന്ന് തന്നെ അത് നമ്മൾ വേറെ ചട്ടികളിലേക്കൊക്കെ മാറ്റി നടുവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തൈകൾ പൊട്ടി വരും. അങ്ങനെ നമുക്ക് ഇതിനെ വളർത്താം. അപ്പോൾ ഈ രീതി മാത്രമേ എനിക്കിപ്പം സക്സസ് ആയിട്ട് കണ്ടുള്ളൂ. ബാക്കി 2 രീതികളും എന്ന് വെച്ചാൽ സ്റ്റമ്പ് ഒടിച്ച് നടുന്നതും അതിൻ്റെ വിത്തെടുത്ത് നടുന്നതും എനിക്ക് അത്ര സക്സസ് ആയിട്ട് തോന്നിയില്ല. ഓക്കെ, ഇത് കണ്ടോ, ഇതിനകത്തിപ്പോൾ ഒരു ചെടി തന്നെ ആൺപൂവും ഉണ്ടാവും പെൺപൂവും ഉണ്ടാവും. ഈ പെൺപൂവെന്ന് പറയുമ്പോൾ അതിന് 5 ഇതൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നന്നായിട്ട് വിരിഞ്ഞു വരും, നല്ല അത് വിരിഞ്ഞും ഇങ്ങനെ വിടർന്നു വരും. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഭാഗം ഉണ്ടാവും, അവിടെയാണ് വിത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ആൺപൂവാണേ. അതിന് കുറേ ഇതളുകളുണ്ടാവും, കുറേ ലെയറായിട്ട് ഇതളുകളുണ്ടാവും. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ആ പെൺപൂവിൻ്റെ ബാക്കിൽ വരുന്ന ആ ഭാഗത്താണ് വിത്ത് വരുന്നത്. അടുത്തത് ഫെർട്ടിലൈസറാണേ. അപ്പോൾ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിക്വിഡായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ലിക്വിഡായിട്ട് വെള്ളമൊന്നും ഈ പോട്ടിംഗ് മിക്സിനകത്ത് ഒഴിച്ചു കൊടുക്കാറില്ല. അപ്പോൾ അത് പൗഡറായിട്ടൊന്നും കൊടുത്തിട്ടും കാര്യമില്ല. അതിനപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയാവും, വളം ഇട്ട് കൊടുത്താൽ മതിയാവും. NPK കൊടുക്കാവുന്നതാണേ. അത് 19-19-19 നമുക്ക് കുറച്ച് ഒരു സ്പൂണ് NPK എടുത്തിട്ട് കുറച്ച് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പോട്ടി മിക്സ് അബ്സോർബ് ചെയ്യുകയും ചെടിക്ക് ആവശ്യമുള്ള വളം അങ്ങനെ അതിന് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഇതിന് വരുന്ന രോഗങ്ങളാണേ. രോഗങ്ങൾ പ്രത്യേകിച്ച് വേറെ രോഗങ്ങളൊന്നുമില്ല, അഴുകലാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ അതിന് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ പോട്ടിംഗ് മിക്സിനകത്ത് തന്നെ ഈ പിന്നെ ആൻറ്റിഫംഗൽ പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് പോട്ടിംഗ് മിക്സിൻ്റെ മുകളിലായിട്ട് തന്നെ ആൻറ്റിഫംഗൽ പൗഡർ വിതറി കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. പിന്നെ വേറെ കുറച്ചും കൂടെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ആൻറ്റിഫംഗൽ പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ വളം ഇട്ട് കൊടുത്ത കണക്ക് തന്നെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ചെടി അബ്സോർവ് ചെയ്യുകയും അത് ഉപകാരത്തിൽ വരികയും ചെയ്യും. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.